5 വർഷ കാലയളവിലെ ഭരണവികസന നാൾവഴിയിലൂടെ സഞ്ചരിച്ച് ശ്രദ്ധേയമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ്. സദസ്സിന്റെ ഉദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. മൂന്നാമത് ആരോഗ്യ മേഖല. നമ്മളിപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നോക്കിയാൽ മതി എങ്ങനെയാണ് എൻ്റെ സജ്ജീകരണം. ഇവിടെ ആത്മാവിലുള്ള ആശുപത്രി സന്ദർശിച്ചാൽ അറിയാം ഓരോന്നും എത്രമാത്രം സ്പെസിഫിക്കായി മൈന്യൂട്ടായി പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നടപ്പാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തോരം ആളുകളാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ വർക്കർമാരെ ചിലപ്പോൾ ആശാ വർക്കർമാർ ഉൾപ്പെടെ അല്ലേ, പണ്ടങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒരു പ്രശ്നമില്ല. നേരെ അടിയിലുള്ള ഏറ്റവും താഴെ തട്ടിലെന്ന് പറയുന്ന ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മുടെ കൂടെയാണ്. വേഗത്തിലാവുകയാണ്, പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുകയാണ്. കോഴിക്കോട് നിപ്പ ഉണ്ടായപ്പോഴൊക്കെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നു പറയില്ല, പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ചെയ്യാൻ കാരണം എന്താ? നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ കൈവരിച്ച വലിയ നേട്ടങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് കാണുന്നത്. സ്കൂളുകൾ നമ്മളെടുത്തു, സ്കൂളുകളെല്ലാം മെച്ചപ്പെട്ടില്ലേ? ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ കഴിയണം അല്ലേ? നമ്മുടെ സ്കൂളുകൾ അവസാനം 3-4 ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റന്നുള്ള ദുബായ് റോഡിലുള്ള സ്കൂൾ അതിന്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 1 കോടി കൊടുത്തിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനം നല്ല വേഗത്തിൽ നടക്കുകയാണ്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് വികസനം സാധ്യമാക്കിയ ഗ്രാമപഞ്ചായത്താണ് SN പുരം. ഇനിയും ഒരുപാട് വികസനം സാധ്യമാക്കാനുണ്ട്. അവ ചർച്ച ചെയ്യാനാണ് നമ്മൾ വികസന സദസ്സ് എന്ന പേരിൽ കൂടിയിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. അടിസ്ഥാന മേഖലകളിലും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സർവ്വ മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ ശ്രീനാരായണപുരം പഞ്ചായത്തിനായി. പരിസ്ഥിതി സൗഹൃദ വികസനത്തിനായി മികച്ച രീതിയിലുള്ള പരിഗണന പഞ്ചായത്ത് നൽകി വരുന്നുവെന്നും തോട് സംരക്ഷണം, കാവ് സംരക്ഷണം തുടങ്ങിയവയാണ് അതിൽ പ്രധാനമെന്ന് MLA കൂട്ടിച്ചേർത്തു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഭവനരഹിതരും ഭൂരഹിതരായ 100 കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 17 കോടി രൂപ പഞ്ചായത്ത് ചെലവഴിച്ചു. ദാരിദ്ര്യം ലഘൂകരണത്തിന്റെ ഭാഗമായി അതിദരിദ്രരായ 66 കുടുംബങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുതകുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനായി. ക്ഷീര കർഷകർക്ക് 90 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ക്ഷീരഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീര കർഷകർക്ക് ആശ്വാസം നൽകുന്നതിനും സാധിച്ചു. ജൽജീവൻ മിഷന്റെ ഭാഗമായി 8000-ലധികം വീടുകളിൽ കുടിവെള്ളം ഉറപ്പുവരുത്തി. 175 കോടി രൂപയാണ് ഭരണസമിതിയുടെ കാലയളവിൽ കുടിവെള്ള മേഖലയിൽ മാത്രം ചെലവഴിച്ചത്. സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് ഗ്രാമം, സർക്കാർ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ സോളാർ എനർജി, സോളാർ പാനൽ സ്ഥാപിക്കുന്ന വ്യക്തികൾക്ക് സബ്സിഡി, പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയ്ക്കുള്ള സൗകര്യങ്ങൾ, കാർബൺ ന്യൂട്രൽ പഞ്ചായത്തിനായ പദ്ധതികൾ തുടങ്ങിയ നിരവധി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതുൾപ്പെടെ നിരവധി വികസന നേട്ടങ്ങളെക്കുറിച്ച് റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് റഫീഖ് വിശദീകരിച്ചു. തുടർന്ന് സംസ്ഥാനത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന മുന്നേറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായി വിലയിരുത്തി കൂടുതൽ ശ്രദ്ധ വേണ്ടതും തിരുത്തേണ്ടതും കൂട്ടിച്ചേർക്കേണ്ടതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, SN പുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.